പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വിശുദ്ധ സഭായോഗ മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. COC ബൈബിൾ വായിക്കുമ്പോൾ നമുക്കതിനൊരു ഹെഡിങ് നമുക്ക് കാണാം, ക്രിസ്തു മഹോന്നതൻ. നമ്മുടെ കർത്താവ് മഹോന്നതനായ ദൈവമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കർത്താവ് മഹോന്നതനാണെങ്കിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയും ഏറ്റവും ഉന്നതരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം, അല്ലേ? നമ്മൾ നിസ്സാരക്കാരാണ്, ഈ ലോകത്തിൽ നമ്മൾ ഒന്നുമില്ലാത്തവരാണ് എങ്കിലും ക്രിസ്തുവിൽ നമ്മളെല്ലാം തികഞ്ഞവരാണ്, ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകാല സത്യവേദ പുസ്തകവും COC ബൈബിളും അപ്പോൾ തന്നെ ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇംഗ്ലീഷും വെച്ച് ഇത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി ഉൾക്കാഴ്ചകളും നമ്മൾ പ്രാരംഭത്തിൽ പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ ഒരു അടുത്തൊരു തലത്തിലേക്ക് ദൈവം നമ്മുടെ കാഴ്ചപ്പാടുകളെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ദൈവവചനം പഠിക്കുന്നതിലും ചിന്തിക്കുന്നതിലും ആത്മീകമായ പക്വതയിൽ വളരുന്നതിലും ശ്രദ്ധാലുക്കളായിരുന്നാൽ നമ്മുടെ ബാഹ്യ കണ്ണുകൾ മാത്രമല്ല ആന്തരിക കണ്ണുകളും പ്രകാശിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഇന്നത്തെ തിരുവചന ശുശ്രൂഷയ്ക്കായി ഒരു വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിന്റെ സഭാവിശ്വാസികൾക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട് കടന്നു വന്ന ദൈവജനം കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ മഹത്വത്തിലേക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ലോകത്ത് വചനം പഠിക്കുന്ന അനേകരുണ്ട്. അവരുടെ എല്ലാം ബാഹ്യ കണ്ണുകൊണ്ടും ബുദ്ധി കൊണ്ടും അവർ പഠിച്ച് ചില കാര്യങ്ങൾ ലോകത്തോട് പറയുന്നവരുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ആന്തരികമായ പ്രകാശനം ലഭിച്ചിട്ട് ഈ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ആത്മീകമായി വളരുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇടയായിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് ബാഹ്യമായ കണ്ണുകളെ പ്രകാശിപ്പിക്കാനല്ല ആന്തരികമായ നേത്രങ്ങളെ പ്രകാശിപ്പിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അത് ഞാൻ COC ബൈബിളിൽ നിന്ന് വായിക്കാം. കുറച്ചും കൂടി വ്യക്തമാണ്, ലളിതമാണ്, അതുകൊണ്ട് വായിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലായോ? വെളിപ്പാടിന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ 18-ാം വാക്യം വായിക്കുകയാണ്. ഏത് തരത്തിലേക്കുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിളിയാലുള്ള ആശ തിരിച്ചറിയുവാൻ. സത്യവേദ പുസ്തകത്തിൽ വിളിയാലുള്ള ആശ, അതിനും വളരെ ലളിതമായി എഴുതിയിരിക്കുകയാണ്. ഏത് തരത്തിലേക്കുള്ള പ്രത്യാശയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി. മനസ്സിലായോ? വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും. കണ്ടോ, വിശുദ്ധന്മാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. കൃപയാൽ രക്ഷിക്കപ്പെട്ട് വന്ന ജനത്തിന് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി നമ്മളെല്ലാവരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട്, അല്ലേ? വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ പ്രത്യാശ പലതും അവ്യക്തമായിരുന്നു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായിരുന്നു, അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 10 വർഷം പുറകിലേക്കുള്ള വിശ്വാസ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് മൂഢമായ പ്രത്യാശയിൽ വിശ്വസിച്ചിരുന്നു, അല്ലേ? റാപ്ചർ കഴിഞ്ഞാൽ എന്നുള്ളൊരു അവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ പല ചിന്തകൾ അതിനെക്കുറിച്ചുണ്ട്. റാപ്ചർ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു അർത്ഥത്തിലായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നാൽ റാപ്ചർ കഴിഞ്ഞാലും തുടർന്നും ദൈവത്തിന്റെ രക്ഷാ നടപടികൾ മുന്നോട്ട് പോകുന്നുവെന്നും അങ്ങനെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ സംഭവിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുവെന്നും അങ്ങ് പുത്തനാം യെരൂശലേമിൽ ആ നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കുന്ന കാര്യങ്ങൾ വരെ നമ്മുടെ കണ്ണുകളെ ദൈവം ചെയ്തിരിക്കുകയാണ്, പ്രകാശിപ്പിച്ച് തന്നിരിക്കുക. അപ്പോൾ
ആത്മീക ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സഭയോട് ചേർന്നിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ആത്മീകമായ പക്വതയിലേക്ക് വളരേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി പൗലോസ് പറയുകയാണ്, നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ബാഹ്യമായ കണ്ണുകൾ പ്രകാശിച്ചിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. കാരണം തിയോളജിക്കലായി ഈ വചനമൊക്കെ പഠിച്ച് നല്ല സ്കോളേഴ്സായും അല്ലെങ്കിൽ ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളുകൾ അല്ലെങ്കിൽ ഡിബേറ്റുകളൊക്കെ നടത്തുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? കർത്താവ് യേശുക്രിസ്തുവിന്റെ കാലത്ത് അനേകം മഹാപുരോഹിതന്മാരും പണ്ഡിതന്മാരും ജ്ഞാനികളും ഒക്കെ ഉണ്ടായിരുന്നു. ബാഹ്യക്കണ്ണുകൾ പ്രകാശിതരായിരുന്ന അനേകരുണ്ടായിരുന്നു. അവരുടെ ഹൃദയക്കണ്ണുകൾ അടയ്ക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ജനിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്ന് പിറന്നപ്പോൾ അവിടെ കർത്താവിനെ പറ്റി ജനനത്തെക്കുറിച്ച് ചോദിക്കുകയാണ് അവരുടെ ശാസ്ത്രിമാരോടും ജ്ഞാനികളോടും. യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ എവിടെ ജനിക്കും? ബെത്ലഹേമിൽ ജനിക്കുമെന്ന് അവർ തിരുവെഴുത്തുകളെ എടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ ബാഹ്യക്കണ്ണുകൾ കൊണ്ട് അവർ അത് മനസ്സിലാക്കി. പക്ഷെ ആന്തരിക കണ്ണുകൊണ്ട് ഇവിടെ ജനിച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മശിഹിയാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല, അല്ലെ? അപ്പോൾ ബാഹ്യമായ കണ്ണുകൾ മാത്രമല്ല, ആന്തരികമായ കണ്ണുകളും പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ അറിവ് നമുക്ക് കിട്ടും. തന്നെയുമല്ല, ഈ ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ ആഴമായ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആത്മീകമായ അല്ലെങ്കിൽ ആന്തരിക നേത്രം കൂടുതൽ പ്രകാശിതരായിത്തീരുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ 30-40 വർഷങ്ങളായി അല്ലെങ്കിൽ 10, 12, 15 വർഷങ്ങളായി വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവർ ഇന്ന് കൃപയുടെ സുവിശേഷം കേട്ട് വിശ്വസിച്ച ഒരു പടിയും കൂടി നമ്മുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ച് തന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അത് ധാരാളമായി അറിയാം, അല്ലേ? ആ നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതെങ്ങനെയാണ് സാധ്യമായത്, എങ്ങനെയാണ് സാധ്യമാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. സങ്കീർത്തന പുസ്തകം 119 അധ്യായത്തിന്റെ 18 വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, എന്റെ കണ്ണുകളെ തുറക്കണമേ. അതൊരു നല്ലൊരു പ്രാർത്ഥനയാണ്. കാരണം ന്യായപ്രമാണം നിലവിലിരുന്നപ്പോൾ, അല്ലെ, ഇന്ന് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ള ഒരു സുവിശേഷം പൗലോസിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ കൃപയുടെ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ചും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയുവാൻ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ, ന്യായപ്രമാണം നിലവിലിരുന്ന കാലഘട്ടത്തിൽ സങ്കീർത്തനത്തിൽ ഭക്തൻ എഴുതി വെച്ചിരിക്കുകയാണ്, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, അല്ലെ? ഏതൊരു കാലഘട്ടത്തിലായാലും ദൈവത്തിന്റെ ഇടപെടൽ മനസ്സിലാക്കണമെങ്കിൽ കണ്ണുകൾ പ്രകാശിക്കണമെന്നുള്ള ഒരു ചിന്ത പഴയ നിയമഭക്തന്മാർക്കും ഉണ്ടായിരുന്നു. കൃപായുഗ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന നമുക്കും ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ 2 വാക്യങ്ങളിലൂടെ ശ്രദ്ധിക്കുവാനിടയായിത്തീർന്നത്. 2 രാജാക്കന്മാർ, ഞാൻ സന്ദർഭം പറഞ്ഞു പോകാം. 6-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എലീശായുടെ ചുറ്റും ശത്രു സൈന്യം, ആരാം സൈന്യം വളഞ്ഞിരിക്കുമ്പോൾ എലീശ ആ കടന്നു വന്ന പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണത്തെ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? എലീശയുടെ കൂടെയുള്ളവർക്ക് ഇത് കാണാൻ സാധിച്ചില്ല. അവർ നിലവിളിക്കുകയാണ്, പ്രവാചകനോട് അപേക്ഷിക്കുകയാണ്, അയ്യോ പ്രവാചകനെ, നമുക്ക് ചുറ്റും സൈന്യം പാളയമടിച്ചിരിക്കുകയാണ്, നമ്മൾ നശിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലൊക്കെ അവരുടെ കണ്ണുകളെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് അവർ കണ്ടു. ആന്തരികമായ കണ്ണുകൾ കൊണ്ട് ഇപ്പോഴനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് അപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ സംരക്ഷണം കാണുവാൻ അവർക്ക് സാധിച്ചില്ല. ഇത് തന്നെയാണെന്ന് ക്രിസ്തീയ കോളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെക്കുറിച്ചും ദൈവം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയുവാൻ ആന്തരിക നേത്രം പ്രകാശിക്കണം. അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇപ്പോഴുള്ള കഷ്ടം വളരെ നിസ്സാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, വരുവാനുള്ള മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത, ഇപ്പോഴത്തെ കഷ്ടത ഏറ്റവും ചെറുതാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു റേഞ്ചിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത്? അദ്ദേഹത്തിന്റെ ആന്തരിക കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ചു കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമിയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമുക്കറിയാം അതിന്റെ അപ്പുറത്തേക്ക് നല്ലൊരു പ്രത്യാശ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. കർത്താവ് വരും, നമ്മെ ചേർക്കും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കും, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കും, പ്രതിഫലങ്ങളെ ലഭിക്കും, അല്ലെ? നമ്മള് കർത്താവിനോട് കൂടെ ഈ ലോകത്തെയും ദൂതന്മാരെയും വാഴും.
തുടർന്ന് പുത്തനാം യെരൂശലേമിലേക്ക് നമ്മൾ കടന്നു പോകും. ദൈവത്തോടുകൂടെ നിത്യമായി നമ്മൾ ജീവിക്കും. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്ന ഒരു പദവി നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്ക് ശുഭമായ ഒരു ഭാവി ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇപ്പോഴനുഭവിക്കുന്ന പ്രതിസന്ധിയെ കുറിച്ച് നമുക്ക് വല്ല വ്യാകുലമുണ്ടോ? വ്യാകുലമുണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളുക, ഏലീശായുടെ കൂടെ ഉണ്ടായിരുന്ന ആത്മീക കണ്ണ് പ്രകാശിക്കാതിരിക്കുന്ന ആ കൂട്ടരെ പോലെയാണ് നമ്മുടെ ആത്മീക ജീവിതം. മറിച്ച് ഏലീശാവയെ പോലെ ആ നിൽക്കുന്ന ശത്രുക്കളുടെ കവിയുന്ന ഒരു വലിയ ദൈവത്തിന്റെ സംരക്ഷണ വലയം അതിന് ചുറ്റുമുണ്ട് എന്ന് കാണുവാൻ കഴിഞ്ഞ ഏലീശ പ്രവാചകന് അവന്റെ ആന്തരിക നേത്രം പ്രകാശിച്ചിരുന്നു. രണ്ട് വിധത്തിലുള്ള ആത്മീക നിലവാരത്തെ നമുക്ക് അവിടെ കാണാം. ഏലീശായും ഏലീശായുടെ കൂടെയുള്ളവരെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ നൽകപ്പെട്ട ഉപദേശത്തെ അത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകളെയും പ്രകാശിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചും ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയുവാൻ ആന്തരിക നേത്രം പ്രകാശിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 13 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അതിന്റെ 31-ാം വാക്യം നമുക്ക് വായിക്കാം. അവിടെ എമാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ കുറിച്ച് അവിടെ പറയുകയാണ്. ബാഹ്യമായ കണ്ണുകളെ അവർ പ്രകാശിതരായിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ അവർ പല കാര്യങ്ങളും മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടിയിരുന്നു, അല്ലെ? ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം കർത്താവ് ആ 2 പേർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ കർത്താവ് അവരോട് ചോദിക്കുകയാണ്. അവർ തിരിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ അവരുടെ വളരെ നിരാശയോടുകൂടി അവർ പറയുകയാണ്, നസ്രായനായ യേശു ക്രിസ്തു അവൻ ഞങ്ങളുടെ മശിഹയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഞങ്ങളുടെ പ്രമാണികളും പുരോഹിതന്മാരും ഒക്കെ അവനെ വിചാരണ ചെയ്ത് കുരിശിൽ തറച്ച് കൊന്നിട്ട് ഇപ്പോഴിതാ ചില സ്ത്രീകൾ വന്ന് ഞങ്ങളെ വളരെ അതിശയിപ്പിക്കുന്ന വാർത്തകൾ അറിയിച്ചിരിക്കുകയാണ്. അവർ ഉയർത്തെഴുന്നേറ്റ് എന്നൊക്കെ പറയുന്നു എന്നിങ്ങനെ അവരുടെ ആശങ്ക ബുദ്ധിപരമായി കിട്ടിയ ചില ഇൻഫോർമേഷൻസ് കർത്താവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഹേ ബുദ്ധിഹീനരെ, അതായത് ആന്തരിക കണ്ണ് പ്രകാശിക്കാത്തവരെ, നിങ്ങളുടെ ബാഹ്യ കണ്ണുകൾ മാത്രമാണ് പ്രകാശിച്ചിരിക്കുന്നത്. നാട്ടിൽ നടന്നൊരു സംഭവം പോലെ നിങ്ങളതിനെ വിലയിരുത്തുകയാണ്. മറിച്ച് ആത്മീകമായി വിലയിരുത്തുവാൻ കഴിയാത്തതെന്ത്? അങ്ങനെ വിലയിരുത്തണമെങ്കിൽ മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളെ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അതിന്റെ 31-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ അവനെ അറിഞ്ഞു. കണ്ടോ? ബുദ്ധിപരമായി അവർക്ക് അറിവുണ്ടായിരുന്നു. ആ നാളുകളിൽ സംഭവിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ. കർത്താവ് അവരെ ന്യായപ്രമാണത്തിലെ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാ പ്രവാചക വാക്യങ്ങളെയും ഒക്കെ ഉദ്ധരിച്ചിട്ട് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അപ്പം നുറക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ പ്രകാശിതരായി എന്ന് പറയുക. അവർക്ക് കാര്യം പിടികിട്ടി, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ വീണ്ടും മടങ്ങി പോവുകയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. സങ്കീർത്തനം 119:18, 2 രാജാക്കന്മാർ 6-ാം അധ്യായം 15-ഉം 17-ഉം വാക്യങ്ങൾ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13 മുതൽ 31 വരെയുള്ള വാക്യങ്ങളുടെ സന്ദർഭം. അപ്പോൾ തന്നെ 31-ാം വാക്യം നമ്മൾ വായിക്കുകയും ചെയ്തു. ഇവിടെയെല്ലാം കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതും കണ്ണുകൾ പ്രകാശിച്ച വിധങ്ങളും അല്ലെ, പ്രകാശിച്ചപ്പോൾ അവർക്കുണ്ടായ വളർച്ചയും അല്ലെങ്കിൽ തിരിച്ചറിവും ഏറ്റവും ഉന്നതമായിരുന്നു. അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് തന്നെയാണ് കൃപയുടെ സുവിശേഷം വിശ്വസിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. അനുദിനം നമ്മുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കുമ്പോൾ, ചില വിഷയങ്ങളിൽ ദൈവം പ്രകാശം തരുമ്പോൾ, അല്ലെ, പ്രബോധനത്തിലൂടെയും സുവിശേഷത്തിലൂടെയും ഉപദേശത്തിലൂടെയും സഭായോഗത്തിലെ മെസ്സേജുകളിലൂടെയും അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സിലൂടെയും ഒക്കെയും ദൈവം നമ്മെ വളർത്തുവാൻ വേണ്ടി ദൈവം പല നിലകളിൽ ദൈവത്തിന്റെ ആലോചനകൾ അറിയിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ട് ഏറ്റെടുത്താൽ അതൊരു നന്മയാണ്, അല്ലെ? എമാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ അത് കേട്ട് ഏറ്റെടുത്തു. അവർ അത് വിശ്വസിക്കുവാനിടയായിത്തീർന്നു, അവരുടെ കണ്ണുകളെ പ്രകാശിക്കുവാനിടയായിത്തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ണുകൾ പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 1-2 ഘടകങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് അല്പമായി നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, സദൃശ്യവാക്യം 8-ന്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ പറയുകയാണ്, ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മ ബുദ്ധികളിൽ വാസം ചെയ്യുന്നു.
വസിക്കുന്നു. മനസ്സിലായോ? വളരെ സൂക്ഷ്മ ബുദ്ധിയോടുകൂടെ ദൈവവചനം പരിശോധിക്കുന്നവരുടെ ഹൃദയത്തിൽ, ഉള്ളിൽ ദൈവം വസിക്കുന്നു. അല്ലേ? മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. കർത്താവ് നമ്മിൽ വസിക്കണമെങ്കിൽ എങ്ങനെയുള്ളവടത്താണ് കർത്താവ് വസിക്കുന്നത്? സൂക്ഷ്മ ബുദ്ധിയായവരിൽ ജ്ഞാനം വസിക്കുന്നു. വായിക്കാം ആ വാക്യം. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മ ബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു, പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സൂക്ഷ്മ ബുദ്ധികളുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയാണ്. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15 വാക്യം. ദൈവം എവിടെയാണ് വസിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എവിടെയാണ് വളർന്നു പെരുകുന്നത്? 30 പേനയും 60 പേനയും 100 പേനയുമായി വളരുന്നത് എവിടെയാണ്? അതിന്റെ സാഹചര്യം, നമ്മുടെ ജീവിതത്തിൽ എത്തരത്തിലുള്ള സാഹചര്യമാണ് വേണ്ടത് എന്ന് നമുക്ക് വായിക്കാം. യെശയ്യാ 57:15 വാക്യം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യവും വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുതാപമുള്ള ഹൃദയത്തിലും വിനയമുള്ള ഹൃദയത്തിലും ഉടമകളായിരിക്കുന്നവരുടെ നടുവിൽ ഞാൻ വസിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, താഴ്മ, മനോവിനയം, മനസ്താപം എന്നീ ഘടകങ്ങളുള്ളവരുടെ കൂടെ ഉന്നതനായ ദൈവമാണെങ്കിലും, ദൈവം ഉന്നതത്തിൽ വസിക്കുന്നവരാണെങ്കിലും, ദൈവം എവിടെ വസിക്കുന്നുവെന്നാ പറയുന്നത്? താഴ്മയുള്ള, മനോവിനയമുള്ള, അല്ലേ, എളിമയുള്ളവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എന്നുള്ളത് ദൈവം പറയുക. അപ്പോൾ 2 വാക്യങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ, സദൃശവാക്യം 8:11, യെശയ്യാ 57:15 വാക്യം ഇവിടെ പറയുകയാണ്, ദൈവം സൂക്ഷ്മ ബുദ്ധിയുള്ളവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പോൾ തന്നെ പറയുകയാണ്, താഴ്മയും മനോവിനയവും മനസ്താപവും അനുദപിക്കുന്ന ഹൃദയമുള്ളവരുടെ നടുവിൽ, അല്ലെങ്കിൽ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു, നിഗളകളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആന്തരിക കണ്ണുകളെ പ്രകാശിക്കണമെങ്കിൽ നമുക്ക് താഴ്മയുള്ള ഒരു മനോഭാവവും, ദൈവവചനം പഠിക്കുമ്പോൾ ഒരു സൂക്ഷ്മ ബുദ്ധിയും, മനസ്സിലായോ, താഴ്മയും നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുക. അപ്പോൾ ഇന്ന് ലോകത്തിന്റെ ദൃഷ്ടിയിൽ അനേകം പേര് ക്രിസ്ത്യാനികളായി ജീവിക്കുന്നുവെങ്കിലും ദൈവിക പരിജ്ഞാനത്താലോ അല്ലെങ്കിൽ ദൈവ പ്രകാശം ലഭിക്കാത്തവരായ അനേകര് ജീവിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് ഒരു പക്ഷേ ഞാൻ പഠിച്ച അതിൻ്റെ ആ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഉന്നത ഭാവമോ ഒക്കെ ഉള്ളപ്പോൾ ദൈവത്തിന് അവരുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിന് അവരുടെ വസിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിന് അവരുടെ ഇടപെടാൻ കഴിയുന്നില്ല. ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളിൽ പരമപ്രധാനമായ ഒരു കാര്യമാണ് ഗർവമുള്ള കണ്ണ്. ദൈവം വെറുക്കുന്നതിൽ ഏറ്റവും അഹങ്കാരം നിറഞ്ഞ ഒരവസ്ഥ ദൈവം വെറുക്കുന്ന ഒന്നാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. നെബൂഖദ്നേസർ ഒരിക്കൽ പറഞ്ഞു, ഇതെന്റെ ധനമാഹാത്മ്യം കൊണ്ട് ഞാൻ നേടിയതല്ലേ എന്ന് പറഞ്ഞപ്പോൾ, ഗർവമുള്ള കണ്ണും അഹങ്കാരമുള്ള വാക്കുകളും പുറപ്പെട്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവന് സുബോധം നഷ്ടപ്പെടുത്തി 7 വർഷം കാളയെ പോലെ പുല്ല് തീറ്റുവാൻ ദൈവം അയച്ചു കളഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയെ, ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനത്തെ എളിമയോടെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളും നൽകപ്പെട്ട പ്രകാശത്തിൽ നിന്നും പിന്നോട്ട് പോകുവാനിടയായിത്തീരും. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക. ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം നമ്മൾ ആയിരിക്കുന്നുവോ, വിലയപ്പെട്ടിരിക്കുന്നുവോ, നമ്മുടെ ഹൃദയം നിഗളിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാലാണ് ദൈവത്തിന്റെ പ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ടോ, അതോ കിട്ടിയ പ്രകാശം കൂടി അന്ധകാരമായി പോവുകയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 3-4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. സൂക്ഷ്മബുദ്ധി, താഴ്മ, മനോവിനയം, മനസ്താപം. തന്നെയുമല്ല, സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 2-3 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം രാപ്പകൽ വായിക്കുന്നവൻ, അത് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കാരണം അവൻ ആറ്റരകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും, തക്ക കാലത്ത് ഫലം പുറപ്പെടുവിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിച്ച്, ഞാൻ പ്രാരംഭമായി ചിന്തിപ്പിച്ചുവല്ലോ, യാക്കോബ് തന്നിൽ തന്നെ ആശ്രയിക്കുന്നവനായിരുന്നു, അല്ലേ? അവന്റെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും കുതന്ത്രം കൊണ്ടും അവൻ അനേകം സ്വത്ത് സമ്പാദിച്ചു. 2 ഭാര്യമാരെ, 2 ഉപഭാര്യമാരെ, 12 മക്കളെ, ഒരു പെൺകുട്ടി അടക്കം 13 മക്കളെ, അനേകം ആടുമാടുകളെയൊക്കെ സമ്പാദിച്ചു. ബുദ്ധി കൊണ്ട് അവന്റെ ജീവിതം അവിടെ ഒതുങ്ങിത്തീരേണ്ടതായിരുന്നു, ലോകപരമായ മഹത്വത്തിൽ ഒതുങ്ങിത്തീരേണ്ടതായിരുന്നു. പക്ഷേ
ദൈവം അവരെ ഒന്ന് മാറ്റിയെടുത്തപ്പോൾ, ദൈവത്താൽ ചിന്തിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അത്യന്തപരമായ ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോൾ, ആ അനുഗ്രഹം ഇന്ന് നമ്മൾ പറയുന്ന ഓർക്കുന്ന യാക്കോബിന്റെ അനുഗ്രഹം പോലെ ആയിത്തീരുവാൻ മറ്റൊരു റേഞ്ചിലേക്ക് മാറ്റപ്പെടുവാനിട ആയിത്തീർന്നു. അപ്പോൾ നമ്മുടെ ഹൃദയ നിലവാരം മാറ്റപ്പെടുമ്പോഴാണ് ദൈവത്താലുള്ള അനുഗ്രഹം ലഭിക്കുന്നത്. അല്ലെങ്കിൽ യാക്കോബ് എന്ന് പറയുന്ന ആ കുതന്ത്രം പിടിച്ച അല്ലെങ്കിൽ ഉപായിയായ മനുഷ്യന്റെ ജീവിത നിലവാരം പോലെ ആത്മീക ജീവിതം നയിക്കാമായിരുന്നു. പക്ഷേ ദൈവം ഇടപെട്ടപ്പോൾ ഇനി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു താഴ്മ യാക്കോബിന്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ദൈവം അവനെ ഏറ്റവും അനുഗ്രഹിക്കുവാനിടയായിത്തീരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും അല്ലെങ്കിൽ പണം കൊണ്ടും ഒക്കെ നമ്മൾ പലതും നേടിയെടുക്കുവാനും പലതും ചെയ്തെടുക്കുവാനും നമ്മൾ ശ്രമിക്കും. അത് ഒരു പരിമിതിയുള്ള ഒരു ക്രിസ്തീയ ജീവിതമായിരിക്കും. മറിച്ച് നമ്മൾ വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്തു തരുവാൻ നമുക്കായി വ്യാപരിക്കുന്ന അത്യന്ത ശക്തി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് ദൈവം ഇടപെടുവാൻ ഇടയാക്കി തീർത്താൽ അതിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ വ്യത്യസ്തത ഉന്നത നിലവാരത്തിലുള്ളതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായിത്തീരുന്നു. ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന വിധങ്ങളെ കുറിച്ചാണ്. അല്ലെങ്കിൽ ആന്തരിക കണ്ണുകൾ പ്രകാശിപ്പിക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു മനോനില നമുക്ക് വേണമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഫെസ്യ ലേഖനം 1:18 വാക്യം വീണ്ടും ഒന്നുകൂടി വായിക്കാം. POC ബൈബിളിൽ നിന്ന് വായിക്കാം. ഏത് തരത്തിലേക്കുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകും തീർന്ന മനുഷ്യര് അവരുടെ ജീവിതകാലങ്ങളിലൂടെ അവർ വളരുകയാണ്, ആത്മീകമായി അവർ വളരുകയാണ്. അവർ ചില തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണ്. അങ്ങനെ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് അത് നമുക്കൊരു പ്രോത്സാഹനമായി തീരും. കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, കർത്താവിനോട് ജീവിക്കുവാൻ ഒരു പ്രോത്സാഹനമായി തീരുന്നത് കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ വേലയിൽ നമ്മൾ അധ്വാനിക്കുന്നത് വെറുതാവല്ല എന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള പ്രത്യാശകൾ ദൈവം നമുക്ക് നൽകാമെന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഉത്സാഹിക്കുവാനിടയായിത്തീരും. ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് അറിഞ്ഞാലല്ലേ ഗവൺമെൻറ് ജോലി കിട്ടുവാൻ പരിശ്രമിക്കുകയുള്ളൂ. വെളുപ്പിന് 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ച് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു PSC ടെസ്റ്റ് എഴുതി ഗവൺമെൻറ് ജോലി മേടിക്കുന്നത് എന്തിനാ? ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ അവന് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും അവന് കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ചും അവന് കിട്ടുന്ന ഇൻഷുറൻസിനെ കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്, ഭാവി സേഫാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അത്ര കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്, അല്ലേ? എന്നാൽ ഒരു ക്രിസ്ത്യാനിയായ നമ്മുടെ ഭാവി എത്രത്തോളം ഏറ്റവും ഉന്നതമായ പൊസിഷനിലേക്ക് എത്തിക്കുവാം എന്നുള്ള കാഴ്ചപ്പാട് ലഭിക്കുമ്പോഴാണ് നമ്മൾ ഈ വചനത്തെ തലങ്ങനെയും വിലങ്ങനെയും പരിശോധിക്കുവാനും അല്ലെങ്കിൽ വിനയപ്പെടുവാനും സൂക്ഷ്മബുദ്ധിയോടുകൂടി ഇത് പരിശോധിക്കുവാനൊക്കെ നമ്മൾ നിർബന്ധിതരായിത്തീരുകയുള്ളൂ. കാരണം എന്താ? ഏറ്റവും ഉന്നതമായ ഒരു പൊസിഷനാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനു വേണ്ടി അധ്വാനിക്കാൻ കഴിയുള്ളൂ. ചിലരോടൊക്കെ പറയുമ്പോൾ അവർ പറയും, ഓ സുവിശേഷം കേട്ട് വിശ്വസിച്ച് രക്ഷപ്പെട്ടു, അത്രയും പോരെ, ഇനി വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. കാരണം എന്താ? അവർക്കതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് എത്രത്തോളം റേഞ്ചിലേക്ക് കടന്നു വരാം, അല്ലെങ്കിൽ ദൈവസ്ഥാനത്തിൽ എത്രത്തോളം പ്രതിഫലങ്ങൾ വാങ്ങാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തവർ പറയും, ഓ കുഴപ്പമില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇങ്ങനെ ഇരുന്നോളാം. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എഴുത്തും വായനയും അറിയാം, 4ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ എഴുതാനും വായിക്കാനും ഒക്കെ കിട്ടും. എന്നാൽ നിങ്ങൾ 4ാം ക്ലാസ് കൊണ്ട് നിങ്ങൾ പഠിത്തം നിർത്തുമോ? അപ്പോൾ അവർ പറയും ഇല്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അവരെ എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പഠിപ്പിക്കും. കാരണം എന്താ? അങ്ങനെ പഠിച്ചാലാണ് നല്ല ജോലികൾ കിട്ടുകയുള്ളൂ, ഡോക്ടർ ആവാൻ കഴിയുള്ളൂ, എഞ്ചിനീയർ ആവാൻ കഴിയുള്ളൂ, വിദേശത്ത് പോകാൻ കഴിയുള്ളൂ, അങ്ങനെ സയന്റിസ്റ്റ് ആവാൻ കഴിയുള്ളൂ. അപ്പോൾ അവരുടെ അറിവ് കണ്ടോ, ലോകപരമായ ഒരു വിദ്യാഭ്യാസം എന്നെ ഉന്നത നിലവാരത്തിൽ എത്തിക്കുമെന്നുള്ള ചിന്ത അവരെ പഠിക്കുവാൻ നിർബന്ധിതരാക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ച് ദൈവം ഇത് പറഞ്ഞു തരുമ്പോഴാണ് നമുക്കും അതനുസരിച്ച് ആത്മീക ജീവിതത്തിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി മുന്നോട്ട് ജീവിക്കുവാൻ ഒരു പ്രേരണ ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? ഭൗതികമായ ജീവിതത്തെ നിങ്ങൾ കണക്കാക്കുന്നത് പോലെ, ഉന്നത വിദ്യാഭ്യാസം എനിക്ക് ഉന്നത നിലവാരം തരുമെന്ന് ചിന്തിക്കുന്നത് പോലെ,
ആത്മീകമായ അറിവും ആത്മീകമായ പക്വതയും ആത്മീകമായ ജ്ഞാനവും ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്നത് മൂലം, അത് പ്രവർത്തിക്കുന്നത് മൂലം നമുക്ക് ഉന്നതമായ ഒരു പൊസിഷൻ നമുക്ക് ലഭിക്കാനിടയായിത്തീരും. വെളിപ്പാട് പുസ്തകം ഒന്ന് പഠിക്കുമ്പോൾ പൊസിഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. സ്വർഗീയ ഗവൺമെന്റ്, സ്വർഗത്തിൽ ദൈവം തന്റെ സിംഹാസനം വെച്ചിരിക്കുന്നു, സകലത്തെയും അവിടുന്ന് ഭരിക്കുന്നു എന്ന സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ സ്വർഗത്തിലൊരു ഭരണ സംവിധാനമുണ്ട്, സ്വർഗത്തിലൊരു ദൈവമുണ്ട്, അനേകം ദൂതന്മാരുണ്ട്, ഭരണ സംവിധാനങ്ങളുണ്ട്, എല്ലാത്തിനെയും നിയന്ത്രിക്കുവാൻ ദൂതഗണങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും പൊസിഷനിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തെ വിധിക്കുവാനുള്ളവരാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അറിയാത്തവരോടാ ചോദിച്ചത്. നിങ്ങൾ ലോകത്തെ വിധിക്കാനുള്ളവരാ, നിങ്ങൾ ദൂതന്മാരെ വാഴുവാനുള്ളവരാ, നിങ്ങളത് അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ അറിയണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം തുടങ്ങി മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തെ കാണാം, പുത്രനായ ക്രിസ്തുവിനെ കാണാം, 24 ശ്രേഷ്ഠന്മാരെ കാണാം, 4 ജീവികളെ കാണാം അല്ലെ. ഇങ്ങനെ സ്വർഗീയ സൈന്യങ്ങളെ നമുക്ക് കാണാം. തുടർന്ന് പഠിക്കുമ്പോൾ ചില കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 7 ദൂതന്മാരെ കാണുന്നു. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ശക്തനായൊരു ദൂതനെ കാണുന്നു. 12-ന്റെ 7-ാം വാക്യത്തിൽ മിഖായേലിനെ കാണുന്നു അല്ലെ. പിന്നീട് നമുക്ക് ഗബ്രിയേലിനെ കാണാൻ സാധിക്കുന്നുണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ. അപ്പോൾ തന്നെ വെളിപ്പാട് 15-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളെ വായിക്കുമ്പോൾ 7 ബാധയുള്ള അത് നിർവഹിക്കുവാനുള്ള ദൂതന്മാരെ നമ്മൾ കാണുകയാണ്. പിന്നീട് നമ്മൾ പഠിച്ചു വരുമ്പോൾ ജലാധിപതിയായ ദൂതൻ, അഗ്നിയുടെ മേൽ അധികാരമുള്ള ദൂതൻ അല്ലെ അല്ലെ, കാറ്റുകളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ദൂതൻ എന്ന് പറഞ്ഞാൽ പല നിലകളിൽ അധികാരമുള്ള ദൂതന്മാരെ നമ്മൾ കാണുകയാണ്. സ്വർഗത്തിലെ സിംഹാസനത്തിൽ ദൈവം ഇരുന്ന് ഭരിക്കുമ്പോൾ ആ ഭരണത്തിനൊരു ഭരണക്രമമുണ്ട് അല്ലെ. രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു സഭ കൂടിയിരിക്കുന്നതും സഭയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതുമായിട്ടുള്ള വിധങ്ങളെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഇതുപോലെ തന്നെയാണ് ഒരു പൊസിഷനിലേക്കാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാകുന്ന നമ്മയും ദൈവം തിരഞ്ഞെടുത്ത് വിളിച്ച് ക്രിസ്തുവിന്റെ ശരീരമാക്കി ദൈവം തീർത്തിരിക്കുന്നത്. ആ ദൈവം തരാനിരിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ് എന്ന് കണ്ണുകൾ പ്രകാശിച്ചാൽ മാത്രമാണ്, ആന്തരിക നേത്രങ്ങൾ പ്രകാശിച്ചാൽ മാത്രമാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിലുള്ള പ്രത്യാശയല്ല, ഉന്നതമായ ഒരു പ്രത്യാശ. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിലുള്ളതിൽ മാത്രമാണ് നിങ്ങളുടെ പ്രത്യാശയെങ്കിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ് നിങ്ങൾ. ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് എൻ്റെ ജോലി, എൻ്റെ കാറ്, എൻ്റെ മക്കള്, എൻ്റെ മക്കളുടെ പഠനം, എൻ്റെ മക്കളുടെ വിവാഹം, കൊച്ചുമക്കളായി ഈ ഭൂമിയിൽ ഇരിക്കുകയാണെങ്കിൽ അവരെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ഏറ്റവും ഭാഗ്യം കെട്ടവരാ. കാരണം എന്താ? ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടി. ഈ മരണത്തിന് ശേഷമുള്ള നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രതിഫലമൊന്നുമില്ല, രക്ഷിക്കപ്പെട്ട് അവിടെ പോയി ഇരിക്കാമെന്നുള്ളതല്ലാതെ ഏറ്റവും നിർഭാഗ്യവന്മാരായ ഒരു കൂട്ടരായി അവിടെ പോയിരിക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കിയ. വീണ്ടും പൗലോസ് പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം, ക്രിസ്തു ഇരിക്കുന്നിടമായ ഉന്നതത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം, ഭൂമിയിലുള്ളതല്ല എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഉന്നതമായ ഒരു ചിന്താഗതി ചിന്തിപ്പിക്കുവാനും അല്ലെങ്കിൽ വിളിയാലുള്ള ആശ എന്തെന്ന് മനസ്സിലാക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശ എന്തെന്ന്, വാഗ്ദത്തം എന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഉത്സാഹിച്ച് ആ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാനും ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പ്രാരംഭത്തിൽ ചിന്തിപ്പിച്ചതുപോലെ അനേകായിരങ്ങൾ കർത്താവിനെ പിൻപറ്റി അതിൽ നിന്നൊരു 70 പേരിലേക്ക് ആ എണ്ണം എത്തുകയാ, അതിൽ നിന്നൊരു 12 പേരിലേക്ക് ആ എണ്ണം എത്തുകയാ, അതിൽ നിന്നും ഒരു 3 പേരിലേക്ക് ആ എണ്ണം എത്തുകയാ, അതിൽ നിന്നും ഒരുവനിലേക്ക്, പത്രോസിലേക്ക് ആ 1-ാം സ്ഥാനീയനായ ദൈവം കൊണ്ടുവരികയാ. അപ്പോൾ ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും ഒരു തിരഞ്ഞെടുപ്പ്, ഒരു സെലക്ഷനും ആ വളർച്ചയും ഒക്കെ പടിപടിയായി വന്നപ്പോൾ പത്രോസിന് അവരുടെ ഇടയിൽ ഒരു 1-ാം സ്ഥാനം കിട്ടുവാനിടയായിത്തീർന്നത് പോലെ തന്നെ നമ്മളെ ദൈവസഭയായി വിളിച്ചപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ പോലെയൊക്കെ 1-ാം സ്ഥാനീയരായി ആ ലക്ഷ്യം വെച്ച് ഓടുന്ന ആ ഓട്ടക്കളത്തിൽ 1-ാം സ്ഥാനം ലഭിക്കുവാൻ തക്കവണ്ണം ഓടുവാൻ പറയുന്ന ദൈവവചനം നമുക്ക് ഇന്ന് ദൈവസഭയിലേക്ക് ദൈവം പകരുകയാണ്. അത് നമുക്കൊരു പ്രോത്സാഹനമായിരിക്കണം, അത് നമുക്കൊരു അനുഗ്രഹ കാരണമായി തീരണം. നമ്മുടെ ചിന്താഗതികൾ മാറി ചിന്തിക്കുവാൻ ഇടയായി തീരണം. നമ്മൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പൊസിഷനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അനേകം
ദൂതന്മാർക്ക് പല നിലകളിലുള്ള പൊസിഷൻ ഉള്ളതുപോലെ ക്രിസ്തുവിന്റെ ശരീരമായി കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വ്യത്യസ്തമായ നിലകളിലുള്ള പൊസിഷനുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസിന് ലഭിക്കുന്ന പൊസിഷൻ അല്ല ഒന്നും ചെയ്യാത്ത നമുക്ക് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? കൂടുതൽ അധ്വാനിച്ചവർക്ക് അതിന് തക്കവണ്ണം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതം പ്രതിഫലം ലഭിക്കും, പൊസിഷനുകൾ ലഭിക്കും. അപ്പൊ നമുക്കും ഉന്നതമായ ഒരു റാങ്കിലേക്ക്, ഉന്നതമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നിത്യജീവനിലേക്ക് കടന്നു പോകണമെങ്കിൽ ഈ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിച്ചിട്ട് ഒരു സ്വർഗീയ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചില വ്യക്തി ജീവിതങ്ങളെ പെട്ടെന്നൊന്ന് ചിന്തിക്കാം. അതായത് റൂത്ത്, നയമാൻ, അപ്പൊല്ലോസ്, അപ്പോസ്തല പ്രവൃത്തി 19 കാണുന്ന 12 പേരെ കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് ഓടിച്ച് ചിന്തിക്കുമ്പോൾ റൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീരത്നത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലേ? അവള് മോവാബി സ്ത്രീ ആയിരുന്നു. എന്നാൽ സാക്ഷാൽ ദൈവം തമ്പുരാന്റെ, അല്ലേ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ വചനങ്ങളെ കേട്ട് മനസ്സിലാക്കി അതിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തിയ ഒരു വിധവയാണ് റൂത്ത് എന്ന് പറയുന്നത്. അല്ലേ? ഇതാണ് പലപ്പോഴും നമുക്കുള്ള സാധ്യതകളെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. റൂത്ത് എന്ത് സാധ്യതയാണ് പ്രയോജനപ്പെടുത്തിയത്? ആമോര്യരുടെയും മോവാബിയുടെയും തലമുറകൾ വരെ എന്റെ സന്നിധിയിൽ കടന്നു വരരുത് എന്ന് ദൈവത്തിന്റെ വചനമുള്ളപ്പോൾ വിധവമാർക്കുള്ള, അനാഥർക്കുള്ള, അല്ലെ, ആ ഒരു പരിഗണനയിൽ അതിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തി റൂത്ത് കയറി വന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഇടം പിടിക്കുവാനിടയായി തീർന്നു എന്ന് നമുക്കറിയാം. അല്ലേ? യേശു ക്രിസ്തുവിന്റെ മുതുമുത്തശ്ശിയായി, അല്ലെങ്കിൽ ദാവീദിന്റെ മുതുമുത്തശ്ശിയായി ഒക്കെ ഈ റൂത്ത് കടന്നു വന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ പ്രകാശം കിട്ടിയപ്പോൾ അവളുടെ കണ്ണുകൾ പ്രകാശിച്ചു. അതിനുവേണ്ടി അവൾ പരിശ്രമിച്ചു. അവൾ മുന്നോട്ട് കടന്നു വരാനിടയായിത്തീർന്നു. ഇന്ന് നമ്മൾ അറിയുന്നത് പോലെ ഒരു റൂത്തായി തീരുവാനിടയായിത്തീർന്നു. അല്ലെ? അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ റൂത്ത്, മോവാബ്യ സ്ത്രീയായ റൂത്ത്, ഇതാ ഇസ്രായേലിന്റെ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കണ്ണുകൾ പ്രകാശത്തിലായിത്തീർന്ന ഒരു സ്ത്രീ രത്നമായി തീരുവാനിടയായിത്തീർന്നു. നയമാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സിറിയൻ രാജാവിന്റെ പടനായകനാണ്. അല്ലേ? അദ്ദേഹം ഇസ്രായേൽ പെൺകുട്ടിയുടെ ദൈവത്തിന്റെ വചനം ഇസ്രായേൽ പെൺകുട്ടിയിലൂടെ കേട്ടപ്പോൾ അവൻ വിശ്വസിച്ചു, ഇസ്രായേലിലേക്ക് കടന്നുപോയി, അനുഗ്രഹം പ്രാപിച്ച് അവന്റെ ശരീരം ശിശുവിനെ പോലെ കോമളത്വമുള്ളവരായി തീർന്നു, മടങ്ങിപ്പോകുന്നവരുടെയായി തീർന്നു. സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ദൈവവചനം കേട്ടപ്പോൾ കണ്ണുകൾ പ്രകാശിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു, കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിടയായി തീർന്നു. അപ്പൊല്ലോസ് വചനമെല്ലാം നല്ല നിശ്ചയമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ അക്വിലായും പ്രിസ്കിലായും ഇവന്റെ പ്രസംഗം കേട്ടപ്പോൾ അവനെ വിളിച്ചു കൊണ്ടുവന്ന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു പടിയും കൂടി അവന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ശുശ്രൂഷയുടെ നിലവാരം ഒന്ന് മെച്ചപ്പെടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 19 വരുമ്പോൾ അവിടെ 12 ശിഷ്യന്മാരെ കാണുക. യോഹന്നാന്റെ സ്നാനം വരെ അറിയാമായിരുന്ന 12 പ്രിയപ്പെട്ടവര്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിലൂടെ അവരുടെ കണ്ണുകളെ പ്രകാശിച്ചപ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് അവർക്ക് അനായാസം, അല്ലെ, അവർ പ്രൊമോഷനോടുകൂടി കടന്നു വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ പ്രകാശിച്ചാലുള്ള ഗുണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് ചിന്തിക്കേണ്ട സാഹചര്യമുണ്ട്. നമുക്ക് കണ്ണുകൾ പ്രകാശിച്ചില്ല എങ്കിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അനേകം കാര്യങ്ങളെ ചിന്തിക്കുവാനും എഴുതി വെക്കുവാനും രേഖപ്പെടുത്തുവാനും ഒക്കെ ഇടയായിത്തീരുന്നു പ്രിയമുള്ളവരെ. കാരണം വലിയൊരു സബ്ജക്റ്റാണ് ദൈവം നമുക്ക് തരുവാനിടയായിത്തീരുന്നത്. എങ്കിലും സമയത്തിന്റെ പരിധി കൊണ്ട് ചുരുക്കമായി ഞാൻ പറഞ്ഞു പോവുകയാണ്. ചില വ്യക്തി ജീവിതങ്ങളെ ഒറ്റയടിക്കൊന്ന് പരിചയപ്പെടാം. നഷ്ടങ്ങൾ സംഭവിക്കാവുന്ന ഒരു മേഖലയെ കൂടി നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ എന്ത് ബിസിനസ്സിന് ഇറങ്ങിയാലും ആദ്യം നോക്കുന്നതിന്റെ ലാഭങ്ങളാണ്. ലാഭം 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 അല്ലേ? അതിന്റെ നഷ്ടസാധ്യതകളെ കുറിച്ച് കൂടുതൽ ആൾക്കാരും പഠിക്കാറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ നഷ്ടസാധ്യതകൾ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം നോക്കുന്നത്. നഷ്ടസാധ്യത, അതിന്റെ കഷ്ടപ്പാട്, അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലേ ലാഭത്തിലേക്ക് കണ്ണുവെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മനസ്സിലായോ? ലാഭം നോക്കി മാത്രം എടുത്തു ചാടുന്നവര് വെള്ളത്തിൽ വീഴും. ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ കരകയറാൻ കഴിയുകയില്ല. ഉദാഹരണം എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ. നമ്മുടെ ഈ കൊറോണ വന്ന സാഹചര്യത്തിൽ അനേകർ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. പശുവിനെ വളർത്താനും ആടിനെ വളർത്താനും കോഴിനെ വളർത്താനും ഒക്കെ തിരിഞ്ഞു. ഒരു 95% പേരും ഇതിന്റെ ലാഭം കണ്ടിട്ടാണ് ഇറങ്ങി തിരിച്ചത്. അവരെല്ലാവരും പൂട്ടിക്കെട്ടി മറ്റുള്ള പണികൾക്ക് പോയി. എന്നാൽ ദൈവകൃപയാല് എനിക്കതിൻ്റെ വരുംവരായികളും നാശനഷ്ടങ്ങളും അല്ലെങ്കിൽ നഷ്ടങ്ങളും അതിൻ്റെ അധ്വാനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി
പുതിയൊരു ചുവട് വയ്ക്കുവാൻ ദൈവം ഒരവസരം നൽകിയിരിക്കുകയാണ്. അത് ചുവട് വയ്ക്കുമ്പോൾ അത് ദൈവത്താൽ അത് അഭ്യസിക്കപ്പെട്ടവനായി പഠിക്കപ്പെട്ടവനായി ചെയ്യുമ്പോൾ അതിലൊരു വിജയമുണ്ടാകുവരുടെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ മേഖലകളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ആത്മീകമായ മേഖലകളിൽ പരാജയം സംഭവിച്ചാൽ അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പരാജയ വഴികളെ, പരാജയ മേഖലകളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമായല്ലോ, രക്ഷിക്കപ്പെട്ടല്ലോ, സ്വർഗം കിട്ടിയല്ലോ, എങ്ങനെയുള്ള ഒഴുക്കം മട്ടിലുള്ള ചിന്തകളല്ല. അതിൻ്റെ ആഴമായ ചിന്തകളെ മനസ്സിലാക്കി, ആഴമായ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കി, കൃത്യമായ അടിസ്ഥാനമിട്ട് പണിയുന്നവൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. വിദഗ്ധ ശില്പിയായ അപ്പോസ്തലനായ പൗലോസ് അടിസ്ഥാനമിട്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പണിയുന്നവർ വളരെ സൂക്ഷിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക. ആ പണി എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നഷ്ടങ്ങൾ വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ചില വ്യക്തി ജീവിതങ്ങളെ മാത്രം അവരുടെ നഷ്ടം വന്ന വഴികളെ നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ആദം ഹവ്വ, ദൈവം പറഞ്ഞിരുന്നത് ഘടകവിരുദ്ധമായി ചെയ്തു, അവർക്ക് ഏദൻ തോട്ടം നഷ്ടമായി, നഷ്ടം സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുക, അല്ലേ? ദൈവം പറഞ്ഞതിനപ്പുറത്തേക്ക് മാനുഷികമായും പൈശാചികമായിട്ടുള്ള പ്രേരണയാൽ അവർ ചെയ്തപ്പോൾ അവർക്ക് നഷ്ടം സംഭവിച്ചു. അതിൻ്റെ പരിണിത ഫലം അവർക്ക് ഏദൻ തോട്ടം നഷ്ടമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കയീനെ കുറിച്ച് പഠിക്കുമ്പോൾ അവന് ദൈവം പല അവസരങ്ങൾ കൊടുക്കുകയാ. നിന്റെ സഹോദരൻ എവിടെ എന്തൊക്കെ ചോദിച്ച് അവനോട് വീണ്ടും, അവൻ തെറ്റ് ചെയ്ത് അവനോട് വീണ്ടും വീണ്ടും ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. കയീൻ പറയുക, എന്നെ ഈ ആളുകൾ കൊല്ലുമല്ലോ എന്ന് പറയുമ്പോൾ നിന്നെ ആരും കൈവയ്ക്കാതിരിക്കാൻ ഞാൻ നിനക്ക് സംരക്ഷണം നൽകാമെന്നൊക്കെ ദൈവം പറയുന്നുണ്ട്. ദൈവം നൽകുന്ന സംരക്ഷണം, ദൈവം നൽകുന്ന ഉപദേശം, ഇതെല്ലാം കേട്ടിട്ടും കയീൻ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അതിന്റെ ഫലം എന്താണ്? പ്രളയം വന്നപ്പോൾ അത് അതിജീവിക്കുവാൻ അവനോ അവന്റെ തലമുറയ്ക്കോ കഴിഞ്ഞില്ല. ദൈവം സംസാരിച്ചതാണ്, ദൈവം ബുദ്ധി ഉപദേശിച്ചതാണ്, ദൈവം സംരക്ഷണം കൊടുത്തതാണ്. ഇതൊന്നും സാഹചര്യം പ്രയോജനപ്പെടുത്താതെ കയീൻ പ്രളയം അതിജീവിക്കാതെ നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം. അവിടെ ഒരു പരാജയം സംഭവിച്ചത് എങ്ങനെയാണ്? ദൈവം പറയുന്ന ആലോചനകളെ കേട്ട് ഏറ്റെടുത്ത് കണ്ണുകളെ പ്രകാശിപ്പിക്കാത്തത് കൊണ്ട് കയീനും ആദത്തിനും അവയ്ക്കൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് നമുക്കറിയാം. താഴേക്ക് ചിന്തിക്കുമ്പോൾ ശിംശോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇത്രയും ശക്തനായ ഒരു മനുഷ്യനെ ബൈബിളിൽ കാണാൻ കഴിയുകയില്ല വ്യക്തിപരമായി. ആ മനുഷ്യൻ ഒരു സ്ത്രീയുടെ അലട്ടലാൽ ആ സ്ത്രീ അവനെ അലട്ടി 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 അവസാനം അവൻ്റെ ശക്തി ക്ഷയിച്ച് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് കാഴ്ചയില്ലാത്തവനായി അവൻ മരിക്കുവാനിടയായിത്തീർന്നു നമുക്കറിയാം, അല്ലേ? ശക്തനായ ഒരു മനുഷ്യൻ അവസാനം കണ്ണുകൾ നഷ്ടപ്പെട്ട് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് മരിക്കുവാനിടയായിത്തീർന്ന ചരിത്രം നമുക്കറിയാം. ശൗലിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലേ, എത്രയോ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു, നല്ല മഹിമയുള്ളൊരു മനുഷ്യൻ. അവൻ്റെ അവസാനം എന്തായിത്തീർന്നു? ആത്മഹത്യയിലേക്ക് പോകുവാനിടയായിത്തീർന്നു. അതിനൊക്കെ ചില കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ തന്നെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ആഴ്ചത്തെ സന്ദേശമായി തീരും. എന്തുകൊണ്ടാണ് ഈ വ്യക്തി ജീവിതങ്ങൾക്കൊക്കെയും പരാജയം സംഭവിച്ചത്? യൂദാസിനെ കുറിച്ചെടുക്കാം. എത്രയോ വലിയ പ്രകാശമാണ് ദൈവം നൽകിയത്, എത്രയോ വലിയൊരു അനുഗ്രഹമാണ്, എത്രയോ വലിയ സ്ഥാനമാണ് യൂദാസിന് നൽകിയത്. അവനത് പ്രയോജനപ്പെടുത്താതെ, അവൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കാതെ, ഭൂമിയിലുള്ള താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അവൻ്റെ കണ്ണുകൾ നോക്കി പാർത്തു. അതിൻ്റെ ഫലം എന്തായിരുന്നുവെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഏതാനും വ്യക്തി ജീവിതങ്ങൾ നോക്കുമ്പോൾ അനന്യാസ്, സഫീറ, അല്ലേ, ഈ വ്യക്തി ജീവിതങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച അപക്വമായ തീരുമാനം, അവരുടെ കണ്ണുകളെ പ്രകാശിക്കാതെ, ആന്തരിക നേത്രം പ്രകാശിച്ച് മുന്നോട്ട് പോകാതെ ഈ ഭൂമിയിലുള്ളതിൽ അവർ പ്രിയം വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്കെല്ലാം നഷ്ടം വന്നു. ഇതെല്ലാം നമ്മുടെ ആത്മിക ജീവിതത്തിലും പകർത്തേണ്ട ചില പാഠങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. തന്നെയുമല്ല, രാജ്യത്തിൻ്റെ സുവിശേഷം ദൈവം കൂടെ കൂടെ പഠിപ്പിച്ച യഹൂദൻ എന്ത് പറ്റി? സ്വന്തം രാജ്യവും നഷ്ടപ്പെട്ടു, പ്രവാസത്തിലേക്ക് പോയി, അടിമകളായി പോയി. AD 70കളിൽ 15 ലക്ഷം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, ആളുകൾ ചിതറിക്കപ്പെട്ടു, നാനാ രാജ്യങ്ങളിലേക്കും പ്രവാസികളായി പോയി. ഏകദേശം 1900 വർഷത്തിൽ പരം പ്രവാസികളായി ലോകം മുഴുവനും ചിതറിക്കപ്പെട്ടു. സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടു, ദൈവരാജ്യം നഷ്ടപ്പെട്ടു. ഇതെല്ലാം ആന്തരികമായ കണ്ണുകളെ പ്രകാശിക്കാതെ പോയതുകൊണ്ട് അവർക്ക് വന്ന പരാജയങ്ങളാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ സാഹചര്യം, കൃപയുടെ സുവിശേഷത്തിന്റെ ഒടുവിൽ കർത്താവ് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ, അവസാന നാളുകളിൽ നമ്മുടെ കണ്ണുകൾ പ്രകാശിച്ച് ഈ സത്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം കൃപ തന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന അനേകര്
ഈ സത്യങ്ങൾ മനസ്സിലാക്കാതെ ഇന്ന് മുന്നോട്ട് ജീവിച്ചു പോവുകയാ. അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർക്ക് ദൈവം പ്രതികാരം കൊടുക്കുമെന്നാ പറയുന്നത്. ഒരിക്കൽ രാജ്യത്തിന്റെ സുവിശേഷം തള്ളപ്പെട്ട, തിരസ്കരിച്ച യഹൂദന്മാർക്ക് വലിയ നഷ്ടങ്ങളും പരാജയങ്ങളും സംഭവിച്ചുവെങ്കിൽ ഇന്ന് ജാതികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയെ തിരസ്കരിക്കുന്നവർക്ക് വലിയ അനർത്ഥങ്ങളും പീഡാകാലവും, മനസ്സിലായ കഷ്ടതയും ബുദ്ധിമുട്ടും, 3-ാം ലോക മഹായുദ്ധവും വെട്ടുകിളിബാധയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും, കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ മരിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെയും വരാനിരിക്കുന്ന അനർത്ഥത്തിലേക്ക്, കഷ്ടതയിലേക്ക് ഈ ജനം പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുക, കണ്ണുകൾ പ്രകാശിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുക. രക്ഷിക്കപ്പെട്ടവരുടെ കണ്ണുകൾ കൂടുതൽ പ്രകാശിതരായി ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകാനിരിക്കുന്നതും ദൈവത്തെക്കുറിച്ച് ആഴമായ തിരിച്ചറിവോടുകൂടെ ഈ ലോകത്തോട് അറിയിക്കുവാൻ, അല്ലെങ്കിൽ ലോകത്തെ പഠിപ്പിക്കുവാനൊക്കെ ദൈവം നമ്മയും ആഹ്വാനം ചെയ്യുക. അവിടെയാണ് നമ്മെ കൊണ്ട് കഴിയാത്ത, നമ്മെ കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത, നമ്മൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെന്ന് അറിയുമ്പോൾ, യാക്കോബിനെ പേര് മാറ്റിയ കർത്താവ്, അബ്രാഹാമിന്റെ പേര് മാറ്റിയ കർത്താവ്, അവരെയൊക്കെ അനുഗ്രഹിച്ച കർത്താവ്, നമ്മുടെ നിലയിൽ നിന്നും ആത്മീകമായി സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിൻ്റെ അനുഗ്രഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വിനിയോഗിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കും. അത്യന്തപരമായ ശക്തി കൊണ്ട്, ദൈവം നമ്മിൽ വ്യാപരിക്കുന്ന അത്യന്തപരമായ ശക്തി കൊണ്ട് ഇതെല്ലാം ചെയ്തെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഞാൻ എന്താണ് ഇന്ന് പറഞ്ഞത്? നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ കണ്ണുകളെ പ്രകാശിപ്പിച്ചിട്ട് ദൈവത്തെക്കുറിച്ചും ദൈവിക സത്യങ്ങളെക്കുറിച്ചും ആഴമായി മനസ്സിലാക്കുമ്പോൾ, അവിടെ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്രിസ്തുവിൽ നല്ലൊരു പൊസിഷൻ ദൈവം നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. അതിലേക്ക് ഉത്സാഹത്തോടു കൂടെ ഓടുക. അപ്പോൾ തന്നെ കണ്ണുകളെ പ്രകാശിക്കാനുള്ള വിധങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചു. ഹൃദയത്തിൽ താഴ്മയും വിനയവും സൂക്ഷ്മബുദ്ധിയും വചനപഠനവും വചനധ്യാനവും ആവശ്യമാണ്. എങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, കണ്ണുകളെ പ്രകാശിപ്പിക്കാൻ ഇടയായിത്തീരും. ദൈവിക ശബ്ദം കേൾക്കുമ്പോൾ റൂത്തിനെ പോലെ, നയമാനെ പോലെ, അപ്പൊല്ലോസിനെ പോലെ, അപ്പോസ്തല പ്രവൃത്തി 19-12 പേരെ പോലെയൊക്കെയും അനേകം വ്യക്തി ജീവിതങ്ങളെ പോലെയൊക്കെയും അവരുടെ നിലയിൽ നിന്നുള്ള ആത്മീക നിലവാരത്തിൽ നിന്നും ഉയർന്നൊരു നിലവാരത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി തീർക്കും. അപ്പോൾ തന്നെ പരാജയം സംഭവിച്ച ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആദാം, കയീൻ, ശിംശോൻ, ശൗൽ, ശലോമോൻ, പ്രൈസലോട്, യൂദാസ്, അനനിയാസ്, രാജ്യത്തിന്റെ സുവിശേഷം തിരസ്കരിച്ച യഹൂദന്മാർ, അപ്പോൾ തന്നെ കൃപയുടെ സുവിശേഷം തിരസ്കരിക്കുന്ന ജാതികളും, അവർക്ക് വരാനിരിക്കുന്നതും വന്നതുമായ കാര്യങ്ങളെ നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു. ഇതെല്ലാം നമുക്കൊരു ബുദ്ധി ഉപദേശമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്ന് പകൽക്കാലം നമ്മളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ആത്മീക പക്വതയിലേക്ക് വളരുക, താഴ്മയുള്ളവരായിരിക്കുക, കണ്ണുകൾ പ്രകാശിതരായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും വചനത്താൽ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.